നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നാരായണൻ കുട്ടമത്ത്. ഇത്തവണ ഞങ്ങളുടെ യാത്ര ഇടുക്കിയിലേക്കായിരുന്നു. ഇനിയുള്ള 3 വീഡിയോകളിൽ ഇടുക്കി എന്ന മിടുക്കിയെ നമുക്ക് കാണാം. ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇടുക്കി ഡാമാണ്. 1922 ആദിവാസി മൂപ്പനായിരുന്ന ചെമ്പൻ കൊലുമ്പനാണ് കുറവൻ മലയ്ക്കും കുറത്തി മലയ്ക്കും ഇടയിൽ ഡാം പണിയാൻ അനുയോജ്യമായ സ്ഥാനമുണ്ടെന്ന് അന്നത്തെ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺസണും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് AC തോമസിനും കാണിച്ചു കൊടുത്തത്. ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ചെറുതോണിക്കടുത്ത് വെള്ളപ്പാറ എന്ന സ്ഥലത്ത് കൊലുമ്പൻ സ്മാരകം നമുക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ യാത്രാസംഘം. ഇതാണ് ചെമ്പൻ കൊലുമ്പൻ്റെ പൂർണ്ണകായ പ്രതിമ. തെറ്റിദ്ധരിക്കരുത്, വലത് ഭാഗത്തുള്ളതാണ് പ്രതിമ, ഇടത് ഭാഗത്തുള്ളത് ഞാനും. ചെമ്പൻ കൊലുമ്പൻ്റെ സമാധി സ്ഥലമാണ് ഇത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സമാധി. റിസർവോയറിലെ ബോട്ട് സഫാരിക്ക് പോകുന്ന വഴിക്ക് ഒരു കൂട്ടുകാരനുമൊത്തെടുത്ത ഫോട്ടോ. ഇവിടെ നിന്നാണ് ബോട്ട് സഫാരി തുടങ്ങുന്നത്. ബോട്ട് സഫാരിക്ക് ഇടയിലെടുത്ത ഫോട്ടോകളും വീഡിയോകളുമാണ് ഇനി നമ്മൾ കാണുന്നത്. ഇതാണ് ചെറുതോണി ഡാം. ഇടുക്കി ഡാമിൻ്റെ അനുബന്ധ ഡാമുകളാണ് ചെറുതോണി ഡാമും കുളമാവ് ഡാമും. ഇതാണ് വൈശാലി ഗുഹ. വൈശാലി എന്ന പ്രശസ്ത സിനിമയുടെ ഏതാനും ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇത് കുറവൻമല. ഈ കുറവൻമലയെ ഇടത് ഭാഗത്തുള്ള കുറത്തിമലയെ ബന്ധിപ്പിച്ചാണ് ഈ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ 1968 പണി തുടങ്ങിയ ഈ ഡാം കമ്മീഷൻ ചെയ്തത് 1976. ഇതാണ് കുറത്തിമല. 168.91 മീറ്റർ ഉയരവും 365.85 മീറ്റർ നീളവുമുള്ള ഇടുക്കി ഡാം ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിൽ ഒന്നാണ്. പെരിയാർ നദിക്ക് കുറുകെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇടുക്കി ഡാമിൻ്റെ അതിവിശാലമായ റിസർവോയറിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. ഈ റിസർവോയറിലെ വെള്ളം ഉപയോഗിച്ച് 750 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പവർ സ്റ്റേഷൻ മൂലമറ്റത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇടുക്കി എന്ന മിടുക്കിയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.